അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയാണോ? അപ്പം എന്നാൽ നമ്മൾ പറയാനും റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് ചെങ്കിണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലാച്ചെങ്കിലോ നമ്മൾ ഈ പാതി വഴിക്ക് വെച്ച് നിർത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്നില്ല, ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. അപ്പോൾ രാവിലെ എന്താണ് ഇപ്പോൾ പണി ഉണ്ടാവില്ല നമുക്ക്? രാവിലെ ഇതൊക്കെ തന്നെ ചായക്ക് വെള്ളം വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചപ്പോൾ കുറച്ച് കുറവില്ല മാതിരി തോന്നി. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നെയും വെക്കേണ്ടി വരും ചായയെ. അതിന് ഞാൻ കുറച്ചും കൂടി വെള്ളം കൊണ്ടുവന്ന് പാരാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ ആ പതിവ് പോലെ തന്നെ കുറച്ച് വെള്ളം കുടിച്ച്, പിന്നെ വിറകൊന്നുമില്ല ഇനി കേട്ടോ. വീതൻ്റെ ചുവട്ടിൽ അതൊക്കെ കഴിഞ്ഞിക്കണം. അപ്പോൾ ഞാൻ വിറക് കൊണ്ടുപോയിടാനും വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊന്നും എവിടെയും വിറക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ വാർപ്പിൻ്റെ മേലെ വിറകട്ടി ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ അവിടെയാണ് വിറകൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വാരലും വിറകൊക്കെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഈ വിറകൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇതാക്കണേ, മക്കൾ ചായ വെള്ളം എന്തൊക്കെയോ കുടിച്ചിക്കാണ്ട് ഗ്ലാസ് അവിടെ വെച്ചിനി. അപ്പം ഞാൻ അതവിടെ തട്ടി മറിഞ്ഞ് ആ ഗ്ലാസ് അവിടെ പൊട്ടും. അപ്പം ഞാൻ അതുകൂടി ഒന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ വിറകൊക്കെ ഞാൻ വീതൻ്റെ ചുവട്ടിൽ വെക്കണുണ്ട് കേട്ടോ. വീതൻ്റെ ചുവട്ടിൽ ഇനിയിപ്പം തിരിച്ച് മൂട്ടിയാലും ഇല്ലെങ്കിലും വിറകില്ല, ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ ചായക്ക് വെള്ളം തിളച്ചിക്കണം കേട്ടോ. നമ്മൾ വിറകൊക്കെ കൊണ്ടുവരാൻ വന്നപ്പോത്തിന് ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ ഞാൻ നമ്മളെ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കും, പിന്നെ ചായപ്പൊടി ഇട്ട് കൊടുക്കും. ഇപ്പം ചായപ്പൊടി ഇട്ട് തിളക്കുമ്പോഴത്തേന് പഞ്ചസാരയും കൊണ്ട് അലിഞ്ഞ് കിട്ടിക്കോളുമല്ലോ. അങ്ങനെ നമ്മൾ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടും. അപ്പം ഇന്ന് ചായക്ക് കടിയില്ല കേട്ടോ. എന്നുണ്ടല്ലോ ഇപ്പോൾ ഈ ചായക്ക് കടി ഇങ്ങനെ ഉണ്ടാക്കി കുത്തിരിക്കണം നമ്മൾ അടുപ്പത്ത്. അപ്പം ഇന്ന് ചായക്ക് കടിയൊന്നുമില്ല, ഞാൻ ഇന്ന് പൊറാട്ട കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായിക്കണം ഇപ്പോൾ പൊറാട്ട എന്നിട്ട്. മക്കളറിഞ്ഞ് പൊറാട്ട എന്നിട്ട് കുറേ ദിവസമായിക്കണം, നമുക്കിന്ന് പൊറാട്ട കൊണ്ടുവരില്ലേ ഞാൻ. അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊറാട്ടയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച മദ്രസ ഒന്നുമില്ല മക്കൾക്ക്. അപ്പോൾ ഞാൻ പൊറാട്ട കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊറാട്ടക്ക് പറഞ്ഞേക്കാൻ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ തലേന്ന് നല്ല മയ്യേനി കേട്ടോ അന്തിക്ക്. അപ്പം നമ്മളെ പയറൊക്കെ ഉണ്ടല്ലോ കോട്ടലുമ്മ കയറണുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ വീണുണ്ട് കേട്ടോ, വീണ് കിടക്കുകയാണ്. അപ്പം ഞാൻ എന്താട്ടി അതൊക്കെ ഒന്ന് എടുത്തിട്ട് ആ കോട്ടലുമ്മ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. പറ്റം കെട്ട് ചാഞ്ഞിക്കണം. മഴ നല്ല മഴ ഉണ്ടായിനി കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ മഴ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മളതിലെ പെരും മഴേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പയറൊക്കെ ആകെ അങ്ങോട്ട് ഒടിഞ്ഞ് കുത്തിക്കട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചു. അതേ പറഞ്ഞ മാതിരി നമ്മളെ കോട്ടലൊക്കെ ഉണ്ടല്ലോ മഴ ചെയ്തുകാണ്ട് കുത്തിയിട്ട് ആകെ അങ്ങോട്ട് ഇളകിയ പല്ലില്ലേ അത് ആടും പോലെ ആടൽ തുടങ്ങിയിരിക്കണം കേട്ടോ. എന്നിട്ട് ഞാനതൊക്കെ ഒന്നുകൂടി പിന്നെ കല്ലൊക്കെ വെച്ച് കുത്തി അമർത്തി ഒന്ന് സെറ്റാക്കി എടുത്തിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ വലിയവനെ പറഞ്ഞേച്ച് പൊറാട്ടയൊക്കെ വാങ്ങി കൊടുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഒപ്പം കുത്ത ചായ അടിച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കണ പൊറാട്ട പിന്നെ കെട്ടയച്ചിക്കണം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ പൊറാട്ട, നല്ല സോഫ്റ്റ് പൊറാട്ട, എന്ത് രസമാണെന്നറിയാം അത് തിന്നാൻ. പിന്നെ അതിക്ക് ചാറുണ്ട്. നമ്മൾ വേറെ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അവിടെ നിന്ന് തന്നെ ചാറ് ഇട്ടു കേട്ടോ. കാണാൻ ലുക്കില്ല എന്നുള്ളൂ ചാറിന്, പക്ഷേങ്കിൽ നല്ല രസമാണ് കേട്ടോ ഈ ചാറ്. അങ്ങനെ ചാറൊക്കെ ഞാനൊരു പാത്രത്തേക്ക് പാർന്ന് വെച്ചു. ഇനി പൊറാട്ട നമുക്ക് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ചൂടില്ല നല്ല സോഫ്റ്റ് പൊറാട്ട കേട്ടോ. ഇതിന് ചാറൊന്നും വേണ്ട കേട്ടോ മക്കളെ, അല്ലാതെ തന്നെ തിന്നാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. പൊറാട്ട അല്ലെങ്കിൽ തന്നെ ചൂടോടൊക്കെ തിന്നാൻ നല്ല രസമാണല്ലോ. കട്ടൻ ചായയും പൊറാട്ടയും കടിച്ചുകൂട്ടി തിന്നാൻ അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ഞാൻ മിന്നുട്ടിക്കും സനുവിനും പൊറാട്ട ഓരോന്ന് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ 2 വാങ്ങിക്കണം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്നിപ്പോൾ തിന്നോളി, കഴിഞ്ഞിട്ട് പിന്നെ അത് തിന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് തരാറിനിക്കാണ് കേട്ടോ. അല്ലെങ്കിൽ കുഴച്ചിടാൻ പറ്റൂല, കുഴച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുളിച്ചിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആയിക്കോട്ടം വെച്ച് എന്നാൽ ഒന്നിപ്പോൾ തിന്നാറ്. അപ്പോൾ ഒന്ന് തിന്നപ്പോൾ തന്നെ ഓൽക്ക് പള്ളറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾക്ക് മറ്റത് ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് മതി ടമ്മാറിന്. അങ്ങനെ ഓൽക്ക്
രണ്ടാമത് അവിടെ ഞാൻ ഓരോന്നും ഞാൻ വെച്ചിക്കണ്. പിന്നെ നമ്മളെ ജിനുവിന് 2 പൊറാട്ട ചാറൊക്കെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. പിന്നെ ചായയൊക്കെ ഞാൻ ഒരിക്കൽ 3 ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തേക്കാണ്. അപ്പോൾ ഇനി നമുക്കുള്ളത് കൂടി എടുക്കാം. അതും കൂടി കൊണ്ടുവച്ച് എന്നാൽ തന്നെ പണിയില്ലല്ലോ. ഞാൻ ഏതായാലും 2 എടുത്തേക്കണേ. പിന്നെ ബാക്കി 2 ഞാൻ അവിടെ വെച്ചു കേട്ടോ. അവർക്ക് ഇനി സ്കൂളിൽ വരുമ്പോൾ കൊടുക്കുക. ഇനിയിപ്പോൾ ചായക്ക് കടിയും തിരഞ്ഞെടുക്കണ്ടല്ലോ 4 മണിക്ക്. അപ്പോൾ ഞാൻ ഈ പൊറാട്ട കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇച്ച് കട്ടൻ ചായയും കൂട്ടിക്കാണ്ട് ഇങ്ങനെ തിന്നാൻ നല്ലൊരു പൂതിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് തിന്ന് നോക്കുകയാണ് കേട്ടോ, ചാറൊന്നും പാരാതെ. അപ്പോൾ അങ്ങനെ തിന്നപ്പോൾ നല്ല രസമുണ്ടേനി കേട്ടോ പൊറാട്ട. ഒരു പ്രത്യേക രസമാണ് അതിന്, കട്ടൻ ചായയും ആ പൊറാട്ടയും ഒക്കെ പാടെ കൂട്ടി ഇങ്ങനെ കടിച്ച് ചമച്ച് തിന്നാൻ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, ഒന്ന് ഞാൻ മടക്കിക്കാണ്ട് അവിടെ വെച്ചു, ചാറില്ലാതെ തിന്നാനും ഒന്ന് ചാറ് പാർന്ന് കണ്ട് തിന്നാനും കേട്ടോ. അപ്പോൾ ആദ്യം ചാറ് പാരാതെ തിന്നപ്പോൾ നല്ല രസമായി. അപ്പോൾ പിന്നെ ഒന്ന് ചാറ് പാർന്ന് കാണുമാണല്ലോ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചാറ് പാർന്നിട്ട് കുഴച്ചിട്ട് തിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മഴയൊക്കെ പെയ്തപ്പം ഞാൻ ആ വാർപ്പിൻ്റെ മേലെ വെള്ളം അങ്ങനെ നിൽക്കലുണ്ടായിന്. അപ്പോൾ അതൊന്ന് പോയി നോക്കിയതാണ് വെള്ളം നിൽക്കണുണ്ടാന്ന്. അപ്പം ഇന്ന് ഉപ്പേരിക്ക് നമുക്ക് കറൂത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കറൂത്ത കുത്താണ് കേട്ടോ. അപ്പം എത്ര കുത്തിയിട്ടും എന്താ അറിയില്ല, കറൂത്തക്ക് വല്ലാത്തൊരു പവർ. ഏതായാലും 2 കുഞ്ഞടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 കറൂത്തൊക്കെ ചാടിച്ച് കൊണ്ടുവന്ന് വെച്ചു. ഇന്നിപ്പോൾ അതിട്ട് കണ്ട് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ മക്കളൊക്കെ മദ്രസ ഇല്ലേനി കേട്ടോ, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച മദ്രസ ഇല്ല, അപ്പോൾ സ്കൂൾക്ക് എല്ലാവരും പോവുകയാണ് കേട്ടോ. എല്ലാവരും മാറ്റി ഒരുങ്ങി പോവുകയാണ്. പിന്നെ അങ്ങനെ മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഞാനിതാക്കണേ ചോറൊന്നും കുക്കറിലാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു മടിയാണ് കേട്ടോ. കാരണം കുട്ടികളെ ഒക്കെ സ്കൂൾക്ക് പോയി, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതിനായിട്ടൊരു 200 അരി വേണം. അതിനിപ്പോൾ ഒരു തിഞ്ചിങ്ങനെ കത്തിച്ചാൽ കൊടുക്കാൻ മോറാനാക്കണ്ടല്ലോ എഴുതിയിട്ട് എന്താ ഒരു മടിച്ചേക്കണം കേട്ടോ. അപ്പം അടുപ്പത്ത് തീമിടാൻ, അതുകൊണ്ടാണ് ഒരു 200 അരി തീമിടാൻ. അതങ്ങനെ കുടുക്കിയിൽ അതിനായിട്ട് വെക്കണ്ടേ. അപ്പം എന്നാൽ കുക്കറിലായാലും എന്താണെന്ന് അറിയാം, വിസിൽ വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കിയിട്ടാൽ കുറച്ച് കഴിഞ്ഞ് തുറന്നാൽ നമ്മളെ ചോറ് റെഡിയാണ്. അപ്പം ഇതിപ്പോൾ കുക്കറിൽ വെച്ചുകാണ്ട് ചേലായി. അപ്പോൾ തിരിച്ച് കൂട്ടാൻ വല്ലാത്ത മടിയാണ്. അപ്പോൾ ഏതായാലും കുക്കറിൽ ചോറ് തീമിട്ടു. എന്നാൽ കറുത്ത ഇതാക്കണം ഞാൻ ചെത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചെത്തിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെത്താൻ വെക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കീറൊന്നും ചെയ്യാതെ അങ്ങനെ തോലെത്തിയെടുക്കലാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ, ഇങ്ങനെ തോല് ചെത്തിയെടുക്കണത്. ഇതുകൊണ്ടായാൽ എന്താണെന്ന് പറയുക, പെട്ടെന്ന് തോല് ചെത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കജ്ജന്ന് കീറൊന്നും ചെയ്യാതെ ഇങ്ങനെ ആയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ തോലിങ്ങനെ ചെത്തല്ല. അപ്പോൾ ഇങ്ങനെ ചാടിക്കാണ്ട് ഇതാകെ ഇങ്ങനെ നിൽക്കും. ഇതായപ്പോൾ നല്ല സുഖം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കറുവത്തൊക്കെ ഉണ്ടാകുമ്പോൾ തോലാണ് ചെത്തിയെടുക്കുക അല്ലേ. അങ്ങനെ നമ്മൾ കറുവത്തൻ്റെ തോലൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട്, കുരും ഒക്കെ കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറുത്ത ഉപ്പേരി വെച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസം ആയിക്കണേ. അപ്പോൾ മീൻ വരികയാണെങ്കിൽ നമുക്ക് മീനിട്ട് കണ്ടൊന്ന് ചാറും വെക്കാം, ഈ പിന്നെ കറുവത്തോണ്ട് ഉപ്പേരിയും വെക്കാം. പിന്നെ മീൻ പൊരിച്ചും ചെജ്ജാന്നൊക്കെ വിചാരിച്ച് കണ്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണം കേട്ടോ. അപ്പോൾ മീൻകാരൻ കാക്ക വരണമെങ്കിൽ ഉണ്ടല്ലോ 12 മണി 12:30 ആവും കേട്ടോ. അപ്പം ഇനി നമ്മൾ ആ കാക്കാനെ കാത്തുക്കലാണ്. 10 ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ ആ കാക്കാക്ക് കിട്ടിക്കോട്ടെ, ഒരു പാവാണേ, കിട്ടിക്കോട്ടെ വിചാരിച്ചിക്കാണ്ട് നമ്മൾ അതിനെ തന്നെ ഇങ്ങനെ കാത്തുക്കലാണ് കേട്ടോ. പിന്നെ അതുമല്ല ആ കാക്കയാകുമ്പോൾ 2 നമുക്ക് ഏറെയും തരും. അപ്പോൾ നമ്മളതിനെ തന്നെ കാത്തു നിൽക്കലാണ്. അപ്പോൾ രണ്ടും കാര്യമല്ലേ, കാക്കാക്ക് നമ്മളെത്തുന്ന 50 ഉറുപ്പ്യ കിട്ടും ചെജ്ജും, നമുക്ക് 2 മീൻ എക്സ്ട്രാ കിട്ടും ചെജ്ജുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാക്കണേ നമ്മൾ കറുത്ത എളുപ്പം വേവും കേട്ടോ. ഈ കറുത്ത ഒന്ന് ആവി കൊണ്ടാൽ മതി, പെട്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് കണ്ട് മഞ്ഞളൊന്നുമല്ല കേട്ടോ, പച്ചമുളകും ഉപ്പും വെച്ച് കണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ കറുത്ത. ഇതിങ്ങനെ ചോറ്റിട്ട് കുഴച്ച് തിന്നാനും നല്ല രസമാണ്. അപ്പോൾ പച്ചമുളക് ഇല്ല ഇനി, അപ്പോൾ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നില്ല, അത് മുറിച്ചിട്ടിക്കണം കേട്ടോ. പിന്നെ തുള്ളി വെള്ളം കൂടി പാർന്നിക്കണം. വെള്ളം പാർന്ന് ഒരു തുള്ളി ഉപ്പിടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വെള്ളം കുറച്ച് കൂടുതലായിട്ടില്ല തോന്നിയത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഉപ്പും വെള്ളം ഇക്കാരം മുക്കേണ്ടി വരില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മുക്കിയിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിക്കാണ് കേട്ടോ. പെട്ടെന്നുണ്ട് കേട്ടോ ഈ കറുത്ത വേകാൻ, തിന്നാനും രസമാണ്.
അപ്പോൾ പൗത്ത നല്ലൊരു കറുവത്തയാണ്. ഇതിൻ്റെ ഉള്ളിൽ ചോന്ത കളറ്. കാരണം ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിക്കണം. പിന്നെ ഞാൻ നമ്മളെ കറുവത്തൊക്കെ ഗ്യാസുമ്മേൽ വെച്ചിക്കണം കേട്ടോ. ഇനി നമ്മളെ ചോറ് നമുക്ക് വിസിൽ വന്നിട്ടില്ല. വിസിൽ വരാനാകുമ്പോൾ ഞാനത് ഓഫാക്കിയേക്കലാണ് കേട്ടോ. അത് ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്കാണ് മാറ്റി വെച്ചിക്കണം. ഇനി വേകട്ടെ. അങ്ങനെ ഞാൻ കറുവത്ത് അടുപ്പത്തിട്ട് കണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇതാക്കണേ നമ്മളെ കറുവത്ത തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കി കണ്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോക്ക് വോയിസ് കൊടുക്കാൻ പോയത്. വോയിസ് കൊടുത്ത് വന്നപ്പോൾ തന്നെ മക്കളെ കറുവത്ത ഇതാക്കണേ അടി പിടിച്ചിക്കണം കേട്ടോ. ഞാനുണ്ടല്ലോ ഗ്യാസ് ഒന്ന് സിമ്മിലിട്ട് പോകാനും മറന്ന് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഒച്ച ഇങ്ങനെ കേൾക്കണുണ്ട്. അപ്പോൾ മണ്ടി വന്ന് നോക്കുമ്പോഴാണ് കറുവത്ത അടിക്ക് പിടിച്ചിക്കണേ. അതിലേതായാലും ഞാനൊരു തുള്ളി വെള്ളം പറന്നിട്ട് ഒന്നിങ്ങോട്ട് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ. കുറച്ച് കളറ് മാറിയിരിക്കണം, എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. പറ്റ അടിയിലറ്റെന്നാൽ പിടിച്ചിട്ടുമില്ല, പിടിച്ചില്ല എന്നില്ല ഒരു ഇതിലിങ്ങനെ നിൽക്കേനി. അപ്പോൾ ഇങ്ങനെ ഞാൻ അത് കടുകറുത്തിടാൻ കടുകും കരിയേപ്പൂൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ കറുവത്തയും കൂടി നമുക്ക് കഴിക്കാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറുവത്തുപ്പേരി റെഡി ആയിക്കണേ. ഇനി മീൻകാരൻ കാക്ക വരികയാണെങ്കിൽ മീൻ വെക്കാനല്ല വിചാരിച്ചിരിക്കണത്. ഉപ്പേരി കണ്ട് ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ മീൻ എന്തെങ്കിലുമൊക്കെ കാട്ടിയാൽ മതി. അപ്പം മക്കളൊന്നുമില്ലല്ലോ, നമ്മളൊറ്റക്കല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ചാറ് വേണമെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കിയാലും മതി. 2 എണ്ണം പൊരിച്ച് വെച്ച് കാണ്ടേ ഈ കറുവത്തിയൊക്കെ കൂട്ടി കുഴച്ച് തിന്നാൽ മതി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കണത് കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ചോറൊക്കെ വന്നിക്കണേ. ചോറ് ഞാൻ ഓട്ടപാത്രത്തേക്ക് അത് ഊറ്റി വെക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ ഓട്ടപാത്രത്തേക്ക് ഊറ്റിയിട്ട് പിന്നെ ഞാൻ ചെമ്പട്ടിക്ക് ഇട്ട് വെക്കലുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഈ ഓട്ടപാത്രത്തിൽ തന്നെ നിൽക്കും ചോദിച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ ഊറ്റി. അപ്പോൾ ഏതാനും വെള്ളിയാഴ്ച ആയതുകൊണ്ടേ നമ്മൾ മീൻകാരൻ കാക്ക വന്ന് പകുതിയിൽ നിന്ന് പോയിക്കണം കേട്ടോ. നമ്മളെ വാരിക്കങ്ങാടിയിൽ നിന്ന് നമ്മളങ്ങ് അവിടെ വെച്ചിട്ട് കാക്ക തിരിച്ച് പോയിക്കാണ്. കാക്കക്ക് പള്ളിക്ക് പോകണ്ടേ, ഇനി മീനും കൊണ്ട് പോയാൽ പള്ളി ഇട്ടൂല. അപ്പോൾ കാക്ക പോയി. അപ്പോൾ ഞാൻ ഇനി മീനില്ല, ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ കൂട്ടാൻ എഴുതി നിന്നപ്പോൾ എന്താ നമ്മളെ കൂട്ടാൻ ഇതന്നെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുക. അതിന് ഞാൻ കുറച്ച് കടുക് വറുത്ത് കുറച്ച് ജീരുള്ളി അരിഞ്ഞിട്ട് പിന്നെ തക്കാളി അതന്നെ ഒന്ന് കൂട്ടാൻ. നമുക്ക് പിന്നെ എന്താണെന്ന് പറയുക, മീനും ഇതൊന്നും വേണമെന്നൊന്നുമില്ല. മക്കളുണ്ടെങ്കിൽ ഓൽക്ക് മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഒന്നും വേണം, അല്ലെങ്കിൽ മുട്ട കിട്ടിയാലും മതിട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റക്കുള്ളൂ ഉച്ചക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ഇതന്നെ ധാരാളമാണ് കേട്ടോ. നമുക്ക് കുറേ മീനും ഇറച്ചി ഇതൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളിങ്ങോട്ട് കടിച്ചാത്ത എന്തൊരു സാധനം നമ്മൾ തിന്നു കേട്ടോ. അങ്ങനെ നമുക്ക് പറ്റാത്ത കുഴപ്പമൊന്നുമില്ല. അതേമാതിരി തന്നെയാണ് കേട്ടോ നമ്മളെ കുട്ടികളും പറ്റാത്ത കുഴപ്പമൊന്നുമില്ല. അവർക്ക് പിന്നെ മീനും ഇറച്ചി ഇല്ലെങ്കിലും ഒരു മുട്ടപ്പൊട്ട് കിട്ടിയാലും ഒരു പള്ളർച്ച ചോറ് കഴിച്ചിട്ടോ. ചോറല്ലെങ്കിൽ കഞ്ഞിയെങ്കിലും കുടിച്ചു. അപ്പോൾ ഏതായാലും ഞാൻ തക്കാളി ഇട്ട് ഒന്ന് വാടി വരട്ടെ, അതിനൊന്ന് മൂടി വെച്ചിക്കണേ. പിന്നെ ഞാൻ എന്താട്ടി കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും പാടെ ഇട്ട് കൊടുത്ത് നമ്മളെ തക്കാളി കൂട്ടാനൊന്ന് സെറ്റാക്കി എടുത്തുക്കണം കേട്ടോ. ഇനി വൈകുന്നേരത്തിനല്ലേ, അപ്പം മക്കൾ സ്കൂളിലൊക്കെ വന്നിട്ട് വൈകുന്നേരം ചോറ് വെച്ചുമ്പോൾ മുട്ട മീൻ കിട്ടുകയാണെങ്കിൽ മീൻ വാങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മുട്ട കണ്ടിട്ട് തീർപ്പതി ഇട്ടാവും അവർക്ക്. മീനിലേറെയൊക്കെ ഇഷ്ടം മുട്ട, അല്ലെങ്കിൽ ഇറച്ചിയോ കോഴിയോ എന്തെങ്കിലും വേണം. ഇറച്ചിയും കോഴിയൊക്കെ ഇപ്പോൾ എന്നും വാങ്ങാൻ കഞ്ഞുണ്ണിയാളെ. അപ്പോൾ ഞാൻ ഇതാക്കണേ തക്കാളി കൂട്ടാൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ തുള്ളി വെള്ളം കൂടിയൊക്കെ പറന്ന് കൊടുക്കത്ത് തക്കാളി നല്ലോ വേവിച്ചെടുത്തുക്കണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് വിളമ്പി പിന്നെ നമ്മളെ കറുവത്ത ഉപ്പേരി തന്നെ മതി കേട്ടോ. ഇതിങ്ങനെ കൂട്ടി കുഴച്ച് തിന്നാൻ ചാറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ തക്കാളി കൂട്ടാൻ നല്ല തീർപ്പതിയാണ് കേട്ടോ. ഈ തക്കാളി കൂട്ടാനോ ഉള്ളി കൂട്ടാനോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായാൽ പള്ളർച്ച് ചോറ് കഴിച്ചാൽ പണ്ടൊക്കെ സ്കൂൾക്കൊക്കെ പോയെന്ന് ഇതൊക്കെ കൊണ്ടുപോയിട്ട് തന്നെയല്ല അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിനിയത്. അപ്പം അങ്ങനെ അപ്പോൾ ഇതാക്കണേ ഞാൻ കറുവത്ത ഉപ്പേരിയും പാടെ ഇട്ട് കൊടുത്തു. അപ്പം ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷം. ഇറച്ചി മീനൊന്നും ഇല്ലാത്ത ഒരു ദിവസം. ഓക്കെ, അപ്പം എന്നും ഇപ്പോൾ ഒരേപോലെ ആയാൽ പറ്റുമല്ലേ. എന്നും ഇപ്പോൾ ഇറച്ചി മീനും തിന്നാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഒരു ദിവസം എങ്ങനെയും വേണ്ടേ. പിന്നെ എന്തിനാ മക്കളെ 2-3 കാന്താരി മുളകും കൂടി ഉണ്ട്. പിന്നെ എന്തിനാണ് നമുക്ക് മീനും ഇറച്ചിയൊക്കെ? ഇതന്നെ ധാരാളം. ഈ ചീരാപ്പറങ്കികൾക്കും കൂടി ഒന്ന് കടിച്ച് കൂട്ടി തിന്നണ്ടല്ലോ, എന്ത് രസമാണ്. അപ്പം അങ്ങനെ ഇതാക്കണേ. ഇന്നിപ്പോൾ ഇറച്ചിയാണ് മീനാണ് എന്നൊക്കെ കരുതി നമുക്ക് ആ ചീരാപ്പറങ്കികൾക്കൊക്കെ ഒന്ന് കടിച്ചു കൂട്ടല്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചാണ്.
ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.